ഈ റോഡാണ്. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ പമ്പിൽ കയറിയിട്ട് സെർവോയുടെ കൂളൻ്റ് മേടിച്ച്. സെർവോ ഇന്ത്യൻ ഓയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 182 രൂപ. അപ്പോൾ നമ്മുടെ സെന്നിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ നമ്മുടെ റിസർവ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനതിൻ്റെ നെറ്റൊന്നും ലൂസ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്തിട്ടൊന്നും ചെയ്യണില്ല. ഇതിപ്പോൾ ടോപ്പ് പോലെ ആ ഒരു റിസർവ് ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം വേറെ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലാതെ ചെയ്യണമെങ്കിലേ മെക്കാനിക്കിനടുത്ത് കൊണ്ടുപോയിട്ട് അത് ഡ്രൈൻ ചെയ്ത് ഫുള്ള് കളഞ്ഞ് പിന്നെ കയറ്റേണ്ടി വരും. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ആ റിസർവ് ടാങ്കിലേക്ക് ഇത് ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞ്. പിന്നെ ഓൾറെഡി എഞ്ചിൻ ബ്ലോക്കിൻ്റെ ആ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് ഓടിച്ച് നോക്കാം. അവിടെ പിന്നെയും തീരുമ്പോൾ പിന്നെയും ഒരു 1/2 ലിറ്റർ കൊണ്ട് മേടിച്ച് ഒഴിച്ചു നോക്കാം. ഇത് സക്ക് ചെയ്ത് എടുക്കുമല്ലോ. അപ്പോൾ അത് റേഡിയേറ്ററിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇനി ഒരു 1/2 ലിറ്റർ കൂടി നമുക്ക് 1/1 ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡ്രൈൻ ചെയ്യണ ബുദ്ധിമുട്ടില്ല. ഞാനിത് ക്ലീൻ ചെയ്തതാണ് റേഡിയേറ്റർ. ഇതിന് മുമ്പ് കൊണ്ടുപോയിട്ട് റേഡിയേറ്റർ ക്ലീൻ ചെയ്തതാണ്. എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ബോണറ്റ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് കാഴ്ച നോക്കാം. കട്ട് ചെയ്യണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ബൈ റോഡാണ്. നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഒഴിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ റേഡിയേറ്ററിൽ കൂളൻ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് എല്ലാം 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് ഒഴിച്ച് നോക്കാം. അത് ഓടിയിട്ട് എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൽ പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് 2 സീലൊക്കെയാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഒഴിച്ചാൽ ശരിയാവില്ല. കാരണം വൈഫിനെ കൊണ്ട് ആണ് അതിലൊഴിക്കണ. നമ്മൾ ആ ഒരു 1/2 ലിറ്റർ ഫുള്ള് ഇതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. അതുകൊണ്ടൊന്നും അറിയുന്നു തോന്നണില്ല. ഇനി നമ്മൾ അടുത്ത ബോട്ടിൽ മേടിച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും. എൻജിനത് സക്ക് ചെയ്ത് എടുത്തോളും. അങ്ങനെയാണ് വിചാരിച്ചത്.